ഹലോ, ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഒരു ഡാൻസ് പ്രോഗ്രാമിന് വന്നേക്കാണ് കേട്ടോ. ഞാൻ പറയുന്നത് സൈഡിൽ നിന്ന് എന്തോ ഒരു എരപ്പ് കേൾക്കുന്നു. അപ്പം ഞങ്ങളിവിടെ ഒരു വീട്ടിൽ മേക്കപ്പ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. തൃശ്ശൂർ കൂടൽമാണിക്യത്തിലാണ് ഇന്നത്തെ ഡാൻസ് പ്രോഗ്രാം. അപ്പോൾ 2 ദിവസത്തെ ഡാൻസ് പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്താണ് ഈ വീട്. ഇതാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വന്ന വീട്. സൂപ്പർ വീടല്ലേ, നല്ല രസമുള്ളൊരു വീട്. അവിടുന്ന് ഞങ്ങൾ ഒരു 5 മിനിറ്റ് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. കാരണം പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ടൈം കിട്ടത്തില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ ആ കയറുന്ന വഴിക്ക് തന്നെ മോരും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫേമസ് ആയ പ്രസിദ്ധമായ ശ്രീ കൂടൽ മാണിക്യം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത് നമ്മൾ 4 അമ്പല ദർശനത്തിലെ ഒരു ക്ഷേത്രമാണിത്. അത് അറിയാമല്ലോ, നമ്മൾ ആ കർക്കിടക മാസത്തിൽ 4 അമ്പല ദർശനമൊക്കെ നടത്തുമ്പോൾ ഇത് അമ്പലത്തിലെ ഒരു കുളമാണ്. അതേപോലെ 4 അമ്പലക്കുളങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിപ്പോൾ ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഓം നമോ ഭഗവതേ സംഗമേശായ. അത് ഒരു മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. ഒരു മഹാവിഷ്ണു അങ്ങനെയാണ് അത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ദീപാരാധന ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ സാധാരണ സമയത്ത് ഇവിടെ ശീവേലി ഉണ്ടാവാറില്ല. സാധാരണ നമ്മൾ ബാക്കി അമ്പലങ്ങളെല്ലാം 2 നേരം ശീവേലി ഉണ്ടാവാറില്ലേ. ഇവിടെ ശീവേലി ഈ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ കൊടിയേറിയത് മെയ് 8-നും മെയ് 18-നും കൊടിയിറങ്ങുക, അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ ഡാൻസ് എന്ന് പറയുന്നത് വലിയ വിളക്കിൻ്റെ അന്നാണ് കേട്ടോ. അതൊരു മഹാഭാഗ്യമാണ് ഞങ്ങൾക്ക് വലിയ വിളക്കിൻ്റെ അന്ന് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ. അപ്പം ഇവിടെ നമ്മുടെ പ്രതിഷ്ഠ ശിവേലി സമയത്ത് പുറത്തിറങ്ങുന്നത് തന്നെ 10 ദിവസം ഉത്സവ സമയത്താണ്. അപ്പം അതിനും ഒരു ശിവേലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 17 ആനകളുണ്ടാവും. അതിനകത്ത് 7 നെറ്റിപ്പട്ടങ്ങൾ സ്വർണത്തിൻ്റെയും ബാക്കി വെള്ളിയുടെയാണ്. നമ്മൾ സാധാരണ എല്ലാം സ്വർണത്തിൻ്റെ അല്ലേ കാണുന്നത്. ഇത് 17 എണ്ണം ത്തിനകത്ത് 7 സ്വർണവും ബാക്കി വെള്ളിയും. പിന്നെ 2 കുട്ടിയാന ഉണ്ടാവും. നിങ്ങൾ ആ ശിവേലിയുടെ കണ്ടു കാണും. 2 കുട്ടിയാന ഉണ്ടാവും. അതൊരു പ്രത്യേകതയല്ലേ. ഇത് എവിടത്തെ മാങ്ങ? ഇത് പാലക്കാട്. അവിടുന്ന് വന്ന മാങ്ങയാണ്. പാലക്കാടൻ മാങ്ങ. എവിടെ? എനിക്കൊരു മാങ്ങ. ഇതൊക്കെ ഓരോ ഡാൻസ് പ്രോഗ്രാമിന് പോകുമ്പോഴും ഒരു ബിഹൈൻഡ് ദ സ്റ്റേജ് ഞങ്ങളുടെ ഓരോ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ഈ ഓരോ പ്രോഗ്രാമിന് പോകുമ്പം. ഡാൻസ് മീറ്റ്സും പെർഫോം ചെയ്യുന്ന കുട്ടികളുമായിട്ടും. കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഒപ്പം ഡാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആ പോകുമ്പോൾ ഉള്ള മൊമെൻറ്റ്സും. ഇതിപ്പോൾ കണ്ടില്ലേ, ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ MC ആണ്. അതേപോലെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയുടെ പേരൻറ്റുമാണ് രാരി. നാട്ടിൽ നിന്ന് രാരിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന മാമ്പഴമാണത്. അതേപോലെ മദറിലോ കൊടുത്തയച്ച മാമ്പഴ പുളിശ്ശേരി, അത് മുഴുവൻ ഞങ്ങൾ അകത്താക്കി. പിന്നെ ആ ഒരു ഫൺ മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് സെഷനും. ഞാനിങ്ങനെ പറയായിരുന്നു, എൻ്റെ മുഖത്തെ ആ വണ്ണം കുറയ്ക്കാൻ താഴെ കുറച്ചൊന്ന് കോണ്ടൂർ ചെയ്യണം എന്നൊക്കെ പറയായിരുന്നു. അപ്പോഴേക്കും മുരളിയേട്ടൻ പ്രോഗ്രാം കാണാനായിട്ട് അവിടെ എത്തിയതാണ് കേട്ടോ. അച്ഛനും വന്നായിരുന്നു കൂടൽമാണിക്യത്തിലെ പ്രോഗ്രാം കാണാനായിട്ട്. അച്ഛന് കൂടൽമാണിക്യത്തിൽ തൊഴുകയും ചെയ്യാം എന്നുള്ളൊരാഗ്രഹം. അച്ഛൻ കൂടൽമാണിക്യത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുരളിയേട്ടനോട് ഞങ്ങൾ നേരത്തെ പോയായിരുന്നല്ലോ. മുരളിയേട്ടൻ രാവിലെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുരളിയേട്ടൻ വന്നു. ഇതിപ്പം പെർഫോമൻസ് കഴിഞ്ഞാണ്. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. സ്റ്റേജിൽ നിന്ന് ആ പെർഫോമൻസിന് തൊട്ട് മുമ്പുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ പടപടപ്പും ടെൻഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞിറങ്ങുമ്പം ആ മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രൈസ്ലെസ് മൊമെൻ്റാണ്. ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. നമ്മളൊരു പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും
ശരിക്കും അതൊരു വല്ലാത്തൊരു എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെൻ്റ് ആണെന്ന് ഇപ്പം എനിക്ക് ഹാപ്പിനെസ് തരുന്നൊരു മൊമെൻ്റാണ് ഈ അതിന് തൊട്ട് മുമ്പ് ഒരു മാസത്തെ ആ പ്രാക്ടീസ് സെഷനും ഈ പ്രോഗ്രാമിനും പോകുന്നതും അത് കഴിഞ്ഞ് ആ ഡാൻസ് കഴിഞ്ഞിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ടറി ഫീലിങ്ങും ഒക്കെ ഭയങ്കര ഒരു പ്രൈസ്ലെസ് മൊമെൻറ്റ്സ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. അതെ, ഇത് ഞങ്ങൾ ഗുരുവായൂർ 2 ദിവസം കഴിഞ്ഞ് ഗുരുവായൂർ അടുപ്പിച്ച് പ്രോഗ്രാമായി. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തിരിച്ചെത്തി ഗുരുവായൂർ പോയി. അപ്പം രാത്രി തന്നെ എത്തിയെന്ന് രാത്രി തന്നെ ഗുരുവായൂർ തൊഴാൻ വന്നു. ഗുരുവായൂർ ഇപ്രാവശ്യം മേൽപ്പത്തൂരല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു സ്റ്റേജും കൂടെ വന്നിട്ടുണ്ടല്ലോ, ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. അവിടെയാണ് ഇപ്രാവശ്യം ഡാൻസ്. ഇപ്പോൾ ഫ്രൈഡേ വലിയ വിളക്കിൻ്റെ അന്നായിരുന്നു കൂടൽമാണിക്യത്തിലെ പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ഫ്രൈഡേ കൂടൽമാണിക്യത്തിലും സൺഡേ ഗുരുവായൂരും അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ പ്രോഗ്രാം. അപ്പം അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ശരിക്കും. 2 അമ്പലത്തിലും ഒരുമിച്ച്, അതിപ്പം വൈശാഖ മാസമല്ലേ, അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ ഈ 2 സ്ഥലത്തും പെർഫോം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹവും ഒക്കെ ആയിട്ട് എനിക്കങ്ങ് ഫീൽ ചെയ്യാണ്. ഇത് ഞങ്ങൾ പെർഫോം ചെയ്യുന്ന രാവിലെയാണ്. അന്ന് അവിടെ 253 കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ കൂടെ വന്ന അനിലേടി ഞാൻ പറയായിരുന്നു, അല്ല നമ്മൾ തലേ ദിവസം തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് മഹാഭാഗ്യം. അമ്പലത്തിൽ പോയി തൊഴുത് അതും ഒരു ശരിക്കും മിസ്റ്ററിയാണ്. ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി രാത്രി 8:30 അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അവിടെ ഞാൻ ക്യൂ നിൽക്കാൻ നോക്കി, വലിയ ക്യൂ. അപ്പം നെയ്വിളക്കിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറാമെന്ന് വെച്ചപ്പം അത് അടച്ചു. അപ്പോൾ ഒരാൾ വന്ന് ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾക്ക് കയറണോ എന്ന് ചോദിച്ച് പുള്ളി കയറ്റി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം തന്നു. എനിക്കത് ഭയങ്കര അത്ഭുതം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ മുരളിയേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു, അയ്യോ ഉണ്ണിയപ്പത്തിന് ടിക്കറ്റ് എടുത്തിട്ട് മുരളിയുടെ മേടിക്കാൻ പോയപ്പോൾ കൗണ്ടർ അടച്ചു പോയി. ഞാൻ അങ്ങ് എത്തുന്നവരെ മുരളിയേട്ടാ ഉണ്ണിയപ്പം കിട്ടിയില്ലല്ലോ, കൃഷ്ണൻ നമുക്ക് ഉണ്ണിയപ്പം തന്നില്ലല്ലോ എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ട് നല്ല ചൂട് ഉണ്ണിയപ്പം തന്നു. ഞാനും അല്ലേ രാത്രി റൂമിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് കൃഷ്ണൻ വന്ന് തന്നതുപോലെ തോന്നി ശരിക്കും. അങ്ങനെ ഇതാണ്ട് ഇപ്രാവശ്യം ഇന്നത്തെ ഡ്രസ്സ് ഇതാണ്. അപ്പം എനിക്ക് 2 ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോസ്റ്റ്യൂം ഇതേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞുള്ള എൻ്റെ അടുത്ത എക്സ്പ്രഷനാണ്. നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ ആ ഫീലിംഗ് എങ്ങനെ അത് എൻ്റെ മുഖത്തൂന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നറിയത്തില്ല. ഓരോ സ്റ്റേജ് പുറകെ നിൽക്കുന്ന റെഡ് ഡ്രസ്സ് ഇട്ട ഗായത്രിയാണ് എൻ്റെ ടീച്ചർ. ഗായത്രിയുടെ ഒരു ക്ഷമയും പേഷ്യൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഭരതനാട്യം ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ ഭരതനാട്യം ആദ്യമായിട്ട് ഗായത്രിയുടെ അടുത്താണ് പഠിക്കുന്നത് തന്നെ. അപ്പം എൻ്റെ ആ സന്തോഷം ഞാനിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുവാണ്. പെർഫോമൻസ് കഴിഞ്ഞ് ഗായത്രിയുടെ കുട്ടികളും ഉണ്ടായിരുന്നു, ഞങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 4 കുട്ടികളും ഞങ്ങളുടെയും ഗായത്രിയും പെർഫോം ചെയ്തു. ഗായത്രിയുടെ പെർഫോമൻസ് പിന്നെ എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് കൂടൽമാണിക്യത്തിൽ ICHCയിലെ മീന ടീച്ചറിൻ്റെ കുട്ടികൾ ഒരു പാതുകാഭിഷേകം എന്ന് പറഞ്ഞൊരു ഡാൻസ് ഡ്രാമ, അതും എക്സലൻ്റ് ആയിരുന്നു. അപ്പം ഇത് രണ്ടും എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്കിതിലെല്ലാം ബ്ലെസ്സിങ് തരുന്ന എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ കൃഷ്ണനോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മുരളിയേട്ടനോടും എനിക്ക് എല്ലാ എനർജിയും തരുന്ന എൻ്റെ നന്ദൂട്ടിയോടും ഒക്കെ ഞാൻ താങ്ക് യു. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ താങ്ക് യു ഓരോ പ്രാവശ്യം പറയാണ്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.